ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടിയുടെ ജനറലായിട്ടുള്ള സർവീസിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ, ക്ലച്ചിൻ്റെ ഭാഗം, ബ്രേക്ക് യാം, അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് കേബിളുകൾ, ഇലക്ട്രിക് സ്വിച്ച് ഐറ്റംസ്, കേബിൾ ഓപ്പറേറ്റിംഗ്, അതേപോലെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ വീലിൻ്റെ ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ബാക്ക് വീൽ അഴിച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്കൊക്കെ അത്യാവശ്യം ലൈൻഡർ ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ട്. നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ നമ്മൾ വന്നത് എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്കാണ്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണേ. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാനുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് സൈഡിൽ വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമ്മൾ നോക്കുന്ന സമയത്ത് ബെൽറ്റ് ഓക്കെയാണ്. സെൻട്രൽ പോർഷനിൽ ചെറിയൊരു പൊട്ടൽ ചിഹ്നലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്കത് അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് ബെൽറ്റ് തൽക്കാലം അത് തന്നെ മതി. പിന്നെ കിക്കർ വീലൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി കയറ്റും. കാരണം ഈ സൈഡ് നമുക്ക് ഡ്രൈ ആണ്, അതായത് ഓയിൽ കാര്യങ്ങളൊന്നും മണ്ടി നമ്മൾ മാനുവലായിട്ട് ഗ്രീസിങ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ അത് ക്ലിയർ ചെയ്തിട്ടേക്കാം. ഇത് എൻ്റെ ബെൻഡെക്സ് യൂണിറ്റ്, പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും. അതിൻ്റെ വർക്കിംഗ് ആയാലും നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ആയിട്ടൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ഇതൊക്കെ പക്കയാണ്. ക്ലച്ച് സെറ്റും പക്കയാണ്. നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണമെന്നുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്ത് ഈ ഭാഗം മാത്രം, ഈ വീല് മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പിന്നുകളൊക്കെ ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട്. കാരണം ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. അപ്പോൾ അത് മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. അതാണ് നമുക്ക് ക്ലച്ചിനകത്ത് വന്ന വർക്ക് എന്ന് പറയാനായിട്ട് അതുള്ളൂ. പിന്നെ നമുക്ക് കാർബറേറ്റർ അസംബ്ലി നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. കാർബറേറ്ററിനകത്തൊക്കെ നമുക്ക് അതിൻ്റെ മൗത്തിൻ്റെ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് കാർബണൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യാം. തന്നെയല്ല മെയിനായിട്ട് നമ്മളത് അഴിക്കാനും കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവൻ്റെ ഈ ബാക്കിലത്തെ മൺകാടിൻ്റെ ഈ സൈഡിലെ ഫ്ലാപ്പ് കട്ടായി പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് വീലുമേന്നുള്ള ചെളി മൊത്തം ഈ കാർബറേറ്റർ സൈഡിലേക്ക് അടിച്ചു വന്നിട്ട് ചോക്കിൻ്റെ ലിവർ ചെറിയതായിട്ട് ടൈറ്റായി തുടങ്ങി. അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം. വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം ആ ചെളീൻ്റെ ഉള്ളിലേക്ക്, അതായത് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരാതിരിക്കാനായിട്ടൊരു ഫ്ലാപ്പ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ചെളി ഉള്ളിലേക്ക് അടിച്ചു കയറില്ല. ഇതാണ് നമുക്ക് കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറമേ നിന്നാണെങ്കിൽ കാണാനും പറ്റില്ല. അതാണ് മെയിനായിട്ടുള്ള വിഷയം. അപ്പോൾ അതൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടർ സർവീസ് ചെയ്ത്, ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം ഒരു ഫ്ലാപ്പ് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യുക, റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കേബിളൊക്കെ ആയാലും നല്ല കേബിളാണ്. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ഹാൻഡിലുമ്പോൾ ബലം അനുഭവപ്പെടുന്നുണ്ട്. അത് നിലവിൽ പ്രത്യക്ഷത്തിൽ ബെയറിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഈ ടയറിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമല്ലാണ്ട് വേറെ യാതൊരു കംപ്ലൈൻറ്റും കാണുന്നില്ല. ടയറിൻ്റെ തേമാനം അത്യാവശ്യം ഒരുവിധം തേമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടൈറ്റാണ് കാണിക്കുക, ഒരല്പം എററും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഹാൻഡിൽ ബെയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അതൊന്നും നിലവിൽ പ്രശ്നമില്ല. വീലിൻ്റെ ബെയറിംഗ് ആയാലും പ്രശ്നമില്ല. എൻജിൻ അലൈൻമെൻറ്റ്, എൻജിൻ ഹാങ്ങറിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. നിലവിൽ അതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഹാങ്ങർ ബുഷ് എന്ന് പറയുമ്പോൾ എൻജിൻ്റെ ഈ ഭാഗത്ത് വന്നു കേട്ടോ, അതിനൊന്നും വേറെ പ്രശ്നമില്ല. പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. നമുക്ക് ടയറിൻ്റെയാണ്, ടയർ മാറ്റി കളയുമ്പോൾ അത് റെഡി ആയിക്കോളും. ടയർ കുറേ കൂടി ഓടാനുണ്ട്, അതും കൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. എയർ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഇതും ഇരിക്കുന്ന ബാറ്ററി നമുക്ക് SF സോണിക്കിൻ്റെ ബാറ്ററി. അപ്പോൾ ഞാൻ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 12.68 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. അത് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോൾട്ടാണ്. ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണേ. പക്ഷേ വണ്ടി സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ്. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വോൾട്ട് ഉണ്ടെങ്കിൽ ഹോൺ, ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രോപ്പറായിട്ട് വർക്കാവും. പക്ഷേ സെൽഫിൻ്റെ മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആംബിയർ വേണം. അപ്പോൾ ഇത് ആംബിയർ ഷോട്ടാണ് കാണിക്കണേ. അപ്പോൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ കൂടി സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് പെട്ടെന്ന് വരാം, അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഗ്യാപ്പ് നമുക്ക് കിട്ടാം. ഇപ്പോൾ പരമാവധിയും ഉപയോഗിക്കുക. കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ മനസ്സിലാക്കുക ഓൾറെഡി ബാറ്ററിയുടെ ആണ്. അപ്പോൾ ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിക്കോളും. ഇനി അതല്ല കൂട്ടത്തിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിൽ കൂടെയും നമുക്ക് അത് വേണമെങ്കിൽ കൈയോടെ മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടുകയും ചെയ്യാം കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ കേസൊക്കെ നോക്കുമ്പോൾ പ്ലഗൊക്കെ പുതിയ പ്ലഗാണ്. എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ഒരുമിച്ച് മാറ്റിയേക്കണതാണ്. അപ്പോൾ എന്തായാലും പ്ലഗ് അത് മതി. എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എൻജിൻ ഓയിലൊക്കെ കിടക്കണം നല്ല പക്ക നല്ല ഓയിലാണ്.
ലെവല് ഒരല്പം നിസ്സാരം ഒരു 100 മില്ലിയുടെയൊക്കെ ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട്. അത് നമുക്കൊന്ന് ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കാം. നിലവിലിപ്പോൾ ആ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല, നല്ല ഓയിലാണ് കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് വന്നുള്ളൂ. പിന്നെ വാട്ടർ സർവീസായിട്ട് നമുക്കൊന്ന് ഓപ്പണായിട്ട് വാഷ് ചെയ്യണം. എഞ്ചിൻ ഓയിൽ ഒരു 100 മില്ലി കുറവുണ്ട്, അതൊന്ന് ഒഴിക്കണം. കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ബാറ്ററിയുടെ കേസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. മാറ്റം എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം അതങ്ങനെ തന്നെ നിർത്തിയിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. എസ്റ്റിമേറ്റിനകത്ത് ഓൾറെഡി ബാറ്ററി കൂട്ടുന്നില്ല കേട്ടോ. ബാറ്ററി മാറ്റുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററിയുടെ എമൗണ്ടാണ് നമുക്ക് അത് അഡീഷണൽ ഞാൻ വാട്സാപ്പ് ചെയ്ത് തരാം. അപ്പോൾ ബാക്കിയത്തെ എല്ലാം കൂടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമുക്ക് ഇന്നത്തേക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. വാഷിംഗ് കഴിഞ്ഞിട്ട് സെറ്റിങ് നമുക്ക് മിക്കവാറും സമയം കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇച്ചിരി ലേറ്റായിട്ടാണ് കയറിയേക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കാണ് എടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. മാക്സിമം നമുക്ക് നോക്കാം. തീരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം.